കണ്ണൂർ പാലത്തായി പീഡനാരോപണ കേസിൽ കുറ്റപത്രത്തിലെ ന്യൂനതകൾ അക്കമിട്ട് നിരത്തി മുൻ ഡിവൈഎസ്പി റഹീം. അധ്യാപകനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പലതും തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കുട്ടി പീഡനത്തിന് ഇരയായി എന്ന് പറയുന്ന ദിവസം അധ്യാപകൻ സ്കൂളിലുണ്ടായിരുന്നില്ല. ഇരയുടെ മൊഴികളിൽ പലതും ഭാവനയാണെന്ന് കുറ്റപത്രത്തിലുണ്ടെന്നും റിട്ടയേർഡ് ഡിവൈഎസ്പി വ്യക്തമാക്കി. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ചെയ്യാത്ത കുറ്റത്തിന് ആണ് പാലത്തായി UP സ്കൂളിലെ അധ്യാപകൻ പത്മരാജൻ മാഷ് ഇപ്പോൾ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ശിക്ഷ വിധിച്ച ശേഷം ഈ കേസ് അന്വേഷിച്ച പല ഉദ്യോഗസ്ഥരും അവർ പലരും വിരമിച്ചു. അവർ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് എത്തുന്നുണ്ട്. ഒരു തെളിവുമില്ല, ശാസ്ത്രീയമായ തെളിവുകളില്ല, സാഹചര്യ തെളിവുകളില്ല, മെഡിക്കൽ എവിഡൻസസ് ഇല്ല. പക്ഷേ പ്രതിയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. ഈ മുൻ ഡിവൈഎസ്പി റഹീം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? അനിൽ, നമുക്കറിയാം, പാലത്തായിയിലെ പത്മരാജൻ മാഷിനെ പീഡനക്കേസിൽ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന ആരോപണം തുടക്കം തൊട്ടേ ഉയർന്നിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് തുടർച്ചയായി മുൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കൂടിയായ റഹീം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം ഈ കേസ് കെട്ടിച്ചമച്ചതാണ്, പോക്സോ കേസ് ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാലത്തായി കേസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇതിനെ ദുർബലമായി പ്രതിരോധിച്ചുകൊണ്ട് ഈ കേസ് അന്വേഷിച്ച TK രത്നകുമാർ എന്ന മുൻ ഡിവൈഎസ്പി, അതുപോലെ തന്നെ CPM-ന്റെ ശ്രീകണ്ഠാപുരം നഗരസഭയിലെ സ്ഥാനാർത്ഥി, അത്തരത്തിൽ സ്ഥാനം വഹിക്കുന്ന TK രത്നകുമാർ ഒരു ദുർബലമായ പോസ്റ്റുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതിന് കൃത്യമായി അക്കമിട്ട് ഈ കുറ്റപത്രത്തിലെ ന്യൂനതകൾ നിരത്തിക്കൊണ്ടാണ് മുൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയ റഹീം രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് അധ്യാപകനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പലതും അന്വേഷണത്തിൽ തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കുട്ടി പീഡനത്തിനിരയായി എന്ന് പറയുന്ന ദിവസം അധ്യാപകൻ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. ഇരയുടെ മൊഴികളിൽ പലതും ഇമാജിനറി ആണെന്ന് കുറ്റപത്രത്തിൽ ഉണ്ടെന്നും ഈ റിട്ടയർഡ് ഡിവൈഎസ്പി പറയുന്നുണ്ട്. മാത്രമല്ല, ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സ്ഥലം പിന്നീട് മാറ്റിമറിക്കപ്പെട്ടു. അതായത് ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന ലാഘവത്തോടെ സംഭവ സ്ഥലം തന്നെ മാറ്റാൻ താങ്കൾ കാണിച്ച മഹാമനസ്കതയ്ക്ക് ഇരിക്കട്ടെ, ബിഗ് സല്യൂട്ട് എന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ TK രത്നകുമാറിനോട് റഹീം പറയുകയാണ്. അതുകൂടാതെ ആ സംഭവ സ്ഥലത്ത് നിന്നും മനുഷ്യരക്തം കണ്ടെത്താൻ താങ്കൾ കാണിച്ച ശുഷ്കാന്തിയാകട്ടെ അതിലും അപാരമെന്നും അദ്ദേഹം പരിഹസിക്കുന്നുമുണ്ട്. അതായത് കോടതിയെ അപകീർത്തിപ്പെടുത്താനോ അവഹേളിക്കാനോ വേണ്ടിയോ അല്ല താൻ ഈ പോസ്റ്റ് ഇടുന്നത്. എന്നാൽ കോടതി വിധികളെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യാൻ ഏതൊരു പൗരനും അവകാശമുണ്ടല്ലോ എന്നും ഈ റഹീം പറയുന്നുണ്ട്. കൂടാതെ പറഞ്ഞ വസ്തുതകളിൽ എന്തെങ്കിലും പാളിച്ചകളും തെറ്റുകളും ഉണ്ടെങ്കിൽ അവ വസ്തുനിഷ്ഠമായി ബോധിപ്പിച്ചാൽ തെറ്റേറ്റു പറഞ്ഞ പൊതുസമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയാൻ താൻ തയ്യാറാണെന്നും റിട്ടയർഡ് ഡിവൈഎസ്പി റഹീം തന്റെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ പാലത്തായി കേസ് കെട്ടിച്ചമച്ചതാണ് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവ് തന്നെയാണ് ഈ കുറ്റപത്രത്തിലെ ന്യൂനതകൾ വ്യക്തമാക്കിക്കൊണ്ട് മുൻ ഡിവൈഎസ്പി ഫേസ്ബുക്കിലിട്ട പോസ്റ്റ്. അനിൽ നമ്പ്യാർ. യെസ്, പാലത്തായി കേസിനെ രാഷ്ട്രീയമായും അതുപോലെ വർഗീയമായും ദുരുപയോഗം ചെയ്തു എന്ന പല കോണുകളിൽ നിന്നും അഭിപ്രായം ഉയരുന്നുണ്ട്. പാലത്തായി പീഡനാരോപണ കേസിൽ കുറ്റപത്രത്തിലെ ന്യൂനതകൾ അക്കമിട്ട് നിരത്തിയിരിക്കുന്നത് മുൻ ഡിവൈഎസ്പി റഹീമാണ്. അധ്യാപകനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പലതും തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കുട്ടി പീഡനത്തിന് ഇരയായി എന്ന് പറയുന്ന ദിവസം അധ്യാപകൻ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല എന്നും മുൻ ഡിവൈഎസ്പി റഹീം പറയുന്നു. ഇരയുടെ മൊഴികളിൽ പലതും ഭാവനയാണെന്നും കുറ്റപത്രത്തിൽ ഉണ്ട്. നേരത്തെ ഈ 4 കൗൺസിലർമാർ കൊടുത്ത റിപ്പോർട്ടിലും ഇതാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടി ഭാവനയുടെ അടിസ്ഥാനത്തിലാണ് പലതും പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊന്നും നടന്നിട്ടില്ല എന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.